ഹലോ, നമ്മളിതുവരെ ബെസൽസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ പ്രോപ്പർട്ടീസാണ് കണ്ടുകൊണ്ടിരുന്നത്. ആദ്യമേ അതിൻ്റെ സൊല്യൂഷൻ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ബെസൽസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനായിട്ട് നമുക്ക് ബെസൽസ് ഫംഗ്ഷൻ കിട്ടി, ജെ എൻ എഫ് എക്സ്. അത് കൂടെ അതിനൊപ്പം നമുക്ക് വേറൊരു ഫംഗ്ഷനോട് കിട്ടി, ജെ മൈനസ് എൻ എഫ് എക്സ്. പക്ഷേ ജെ എൻ എഫ് എക്സും ജെ മൈനസ് എൻ എഫ് എക്സും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ല. അതുകൊണ്ട് നമ്മൾ വേറൊരു ഫംഗ്ഷൻ കണ്ടുപിടിച്ചു. അത് വൈ എൻ എഫ് എക്സ് എന്ന് അതിനെ വിളിച്ചു. പിന്നെ അതിൻ്റെ റിക്കറൻസ് റിലേഷൻസ് കണ്ടു. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് റിക്കറൻസ് റിലേഷൻസ് നിങ്ങൾ നോട്ട് നോക്കി അത് പഠിച്ചെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് ബെസൽസ് ഫംഗ്ഷൻ ജെ എൻ എഫ് എക്സ്. ഓക്കെ, ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഫോർ ജെ എൻ എഫ് എക്സ്. ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്താണെന്നറിയാം നമുക്ക്. അതായത് നമുക്ക് ബെസൽസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനായിട്ട് കിട്ടുന്ന ജെ എൻ എഫ് എക്സുകൾ, ജെ വൺ ഓഫ് എക്സ് അല്ലെങ്കിൽ ജെ സീറോ ഓഫ് എക്സ്, ജെ വൺ ഓഫ് എക്സ്, ഇങ്ങനെ കിട്ടുന്ന വാല്യൂകൾ ഏതോ ഒരു ഫംഗ്ഷൻ്റെ സീരീസ് എക്സ്പാൻഷനിൽ അതിൻ്റെ വേരിയബിളിൻ്റെ കോയിഫിഷ്യൻ്റായിട്ട് വരണം. ഏതൊരു ഫംഗ്ഷൻ്റെ സീരീസ് എക്സ്പാൻഷനിൽ അതിൻ്റെ വേരിയബിളിൻ്റെ കോയിഫിഷ്യൻ്റ് ആയിട്ടാണ് എനിക്ക് ഈ ജെ എൻ ഓഫ് എക്സ് അല്ലെങ്കിൽ ജെ സീറോ ഓഫ് എക്സ്, ജെ വൺ ഓഫ് എക്സ്, ജെ ടു ഓഫ് എക്സ് ഇതൊക്കെ കിട്ടുന്നതെങ്കിൽ എനിക്കതിനെ ആ ഫംഗ്ഷനെ നമ്മൾ ഏത് ഫംഗ്ഷനെയാണോ എക്സ്പാൻഡ് ചെയ്തത് ആ ഫംഗ്ഷനെ എനിക്ക് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് വിളിക്കാം. ഓക്കെ, നമ്മൾ മുമ്പേ ലെജൻഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഇത് കണ്ടതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് ബെസൽസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ബെസൽസ് ഫംഗ്ഷൻ്റെ ജനറേറ്റിംഗ് ഫംഗ്ഷനാണ്. വെൻ n is a positive integer, jn of x is the coefficient of z raised to n in the expansion of z raised to n in the coefficient in the expansion of e raised to x into z minus 1 by z divided by 2. Okay, in ascending and descending powers of z and also okay, ഇപ്പോൾ jn of x ഇതിൻ്റെ എക്സ്പാൻഷനിൽ z raised to n ൻ്റെ കോഎഫിഷ്യൻ്റ് ആയിരിക്കും ജെ എൻ എഫ് എക്സ്. ഇതിൻ്റെ എക്സ്പാൻഷനിൽ ഇസഡ് റേസ് ടു എൻ്റെ കോഎഫിഷ്യൻ്റ് ആയിരിക്കും. ജെ മൈനസ് എൻ ഓഫ് എക്സ് ഇതിൻ്റെ എക്സ്പാൻഷനിൽ ഇസഡ് റേസ് ടു മൈനസ് എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിരിക്കും. ജെ മൈനസ് എൻ ഓഫ് എക്സ് ഇതിൻ്റെ എക്സ്പാൻഷനിൽ ഇസഡ് റേസ് ടു മൈനസ് എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇതിനെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ ആണെങ്കിൽ എങ്ങനെ എഴുതാമെന്നായി കാണിച്ചേക്കുന്നത്. ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇസഡ് മൈനസ് 1 ബൈ ഇസഡ് ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു സമ്മേഷൻ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. കാരണം എന്നിന് മൈനസ് എൻ വാല്യൂസും എടുക്കാം. ഓക്കെ, മൈനസ് എൻ ആണെങ്കിൽ ജെ മൈനസ് എൻ ഓഫ് എക്സ് ആയിരിക്കും. ഓക്കെ, ക്യാൻ ടേക്ക് വാല്യൂസ് ഫ്രോം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ജെ ഇസ് റേസ് ടു എൻ ജെ എൻ ഓഫ് എക്സ്. ഓക്കെ, ഇനി അതിൻ്റെ പ്രൂഫ്. ഓക്കെ, ഇതിനെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്താൽ ഇതിനെ ഈ ടൈമിനെ ഇ റേസ് ടു എക്സ് ഇസഡ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 2 ഇസഡ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ആ രണ്ട് ടേംസാണ് എഴുതിയിരിക്കുന്നത്. ഇ റേസ് ടു എക്സ് ഇസഡ് ബൈ 2നെ നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യും. ഇ റേസ് ടു എക്സിൻ്റെ എക്സ്പാൻഷൻ 1 പ്ലസ് എക്സ് പ്ലസ് 1 ബൈ 2 എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ, അങ്ങനെയാണല്ലോ ഇ റേസ് ടു എക്സിൻ്റെ എക്സ്പാൻഷൻ. ഓക്കെ, അപ്പോൾ അതിനെ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് ഇസഡ് ബൈ 2 ആണ്. അപ്പോൾ 1 പ്ലസ് എക്സ് ഇസഡ് ബൈ 2 പ്ലസ് 1 ബൈ 2 ഫാക്ടോറിയൽ എക്സ് ഇസഡ് ബൈ 2 ഫാക്ടോറിയൽ. ഓക്കെ, അങ്ങനെ പോകുന്നു. ഇനിയും ഇ റേസ് ടു മൈനസ് എക്സിൻ്റെ എക്സ്പാൻഷൻ, ഇ റേസ് ടു മൈനസ് എക്സിൻ്റെ എക്സ്പാൻഷൻ വെച്ച് ഇതിനെ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നു. 1 മൈനസ് എക്സ് ബൈ 2 ഇസഡ് പ്ലസ് 1 ബൈ 2 ഫാക്ടോറിയൽ എക്സ് ബൈ 2 ഇസഡ് സ്ക്വയർ. ഓക്കെ, അങ്ങനെ. അടുത്തത് നമ്മൾ ഇതിനെ രണ്ടിനെയും ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇ റേസ് ടു എക്സ് ഇസഡ് മൈനസ് 1 ബൈ ഇസഡ് ഡിവൈഡ് ബൈ 2 ഇതിനെ നമ്മൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാമെന്ന് പറഞ്ഞു. ഇനി ആ ഇ റേസ് ടു എക്സ് ബൈ 2ൻ്റെ എക്സ്പാൻഷനാണ് ഈ കിടക്കുന്നത് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ഡിവൈഡ് ബൈ 2 ഇസഡിൻ്റെ എക്സ്പാൻഷനാണ് ഈ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇൻറ്റു ഇതെന്ന് എഴുതി. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ആദ്യമേ ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്താണെന്ന് കണ്ടായിരുന്നു. അതായത് ഈ ഫംഗ്ഷൻ്റെ ഇ റേസ് ടു എക്സ് ഇൻറ്റു ആ ടേമുള്ള ആ ഫംഗ്ഷൻ്റെ എക്സ്പാൻഷൻ്റെ അകത്ത് ഇസഡ് റേസ് ടു എന്നിൻ്റെ കോഎഫിഷ്യൻ്റായിട്ട് നമ്മുടെ ബെസൽസ് ഫംഗ്ഷൻ ജെ എൻ എഫ് എക്സ് വരണം. ഓക്കെ, അപ്പോൾ എന്താ ഇവിടെ ചെക്ക് ചെയ്യേണ്ടതെന്ന് നോക്കിയാൽ
നമുക്ക് ഇസഡ് റേസ് ടു നമുക്ക് ജെ എൻ ഓഫ് എക്സ് എന്താണെന്ന് അറിയാൻ പറ്റില്ല. നമുക്ക് ജെ എൻ ഓഫ് എക്സിൻ്റെ എക്സ്പാൻഷനും ഇക്വേഷൻ എന്താണെന്ന് നമുക്ക് മുമ്പേ അറിയാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എക്സ്പാൻഷൻ എടുത്തിട്ട് ഇസഡ് റേസ് ടു എന്നിൻ്റെ കോയിഫിഷ്യൻ്റ് എന്താണെന്ന് നോക്കുക. ഇസഡ് റേസ് ടു എന്നിൻ്റെ കോയിഫിഷ്യൻ്റ് എന്താണെന്ന് നോക്കിയിട്ട് എനിക്ക് കിട്ടുന്നത് ആ ജെ എൻ ഓഫ് എക്സ് തന്നെയാണെങ്കിൽ ഓക്കെ ഇത് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഇസഡ് റേസ് ടു എന്നിൻ്റെ കോയിഫിഷ്യൻ്റ് വേണം. ഇപ്പോൾ ഇവിടെ നോക്കിയറിയാം ഈ ഓരോ ടേമിനെ ഇത് ഒരു സീരീസ് അഡീഷനാണ് ഇൻറ്റു വേറൊരു സീരീസ്. അപ്പോൾ ഓരോ ടേമിനെ എനിക്ക് ഈ 1 വെച്ച് എനിക്ക് ഈ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ ഓരോ ടേമിനെ അടുത്ത സീരീസിലെ ഓരോ ടേമും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അങ്ങനെ എല്ലാം കുറേ മൾട്ടിപ്ലിക്കേഷൻ നടക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാം കുറേ ഇസഡ് റേസ് ടു എന്നിൻ്റെ കുറേ ടേംസ് കാണും. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഇസഡ് റേസ് ടു എൻ വരുന്ന കുറേ ടേംസിനെ എല്ലാം കൂടെ ക്ലബ് ചെയ്യുക, എന്നിട്ട് അത് ജെ എൻ ഓഫ് എക്സ് ആണെന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ആദ്യമേ ഇസഡ് റേസ് ടു എന്നിലുള്ള ടേംസിനെ എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടാൻ പോകണം. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇതാണ് ഇസഡ് റേസ് ടു എന്നിൻ്റെ ടേം. അപ്പോൾ ഈ ടേമിനെ ഈ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താണെങ്കിലും ഇവിടെ ഇസഡ് റേസ് ടു എന്നിൻ്റെ കൂടെ വരുന്ന 1/n ഫാക്ടോറിയൽ x/2 റേസ് ടു n. ഓക്കെ, ഇപ്പോൾ ഇസഡ് റേസ് ടു എന്നിൻ്റെ കോയിഫിഷ്യൻ്റായിട്ട് ഈ ടേമിൽ ഇതിനെ ഈ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വരുന്ന റിസൾട്ടായിട്ട് കിട്ടുന്ന ടേമിൽ 1/n ഫാക്ടോറിയൽ ഇൻറ്റു x/2 റേസ് ടു n ആയിരിക്കും ഇസഡ് റേസ് ടു എന്നിൻ്റെ കോയിഫിഷ്യൻ്റ്. അപ്പോൾ അതിനെ ഞാൻ അതുപോലെ തന്നെ എഴുതി 1/2 ഫാക്ടോറിയൽ ഇൻറ്റു x/z ഹോൾ റേസ് ടു n, അല്ല x/2 ഹോൾ റേസ് ടു n. ഇനി നോക്കിയറിയാം അടുത്ത് ഇപ്പോൾ ഇസഡ് റേസ് ടു എന്നിൻ്റെ കോയിഫിഷ്യൻ്റായിട്ട് വരുന്ന ഈ ടേം മാത്രമല്ല പല ടേംസും കാണും. അപ്പോൾ എനിക്ക് അടുത്ത് ഞാൻ ഇസഡ് റേസ് ടു എന്നിനെ ഞാൻ ഈ ടേമുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമെന്ന് വിചാരിച്ചു. ഓക്കെ, പക്ഷേ ഇതിനുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് ഇസഡ് റേസ് ടു എന്നിൻ്റെ കോയിഫിഷ്യൻ്റ് അല്ല കിട്ടുന്നത്, മറിച്ച് ഇസഡ് റേസ് ടു n - 1ൻ്റെ കോയിഫിഷ്യൻ്റ്. കാരണം ഇതിൻ്റെ ഡിനോമിനേറ്ററിലാണ് ഇസഡ്. അപ്പോൾ ഒരു ഇസഡും ഇവിടുത്തെ ഒരു ഇസഡോട് ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇസഡ് റേസ് ടു n - 1ൻ്റെ കോയിഫിഷ്യൻ്റായിട്ടായിരിക്കും ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നു. ഓക്കെ, അതുകൊണ്ട് ഇയാളുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ആൾ ആരായിരിക്കണം? ഇസഡ് റേസ് ടു n + 1 ആയിരിക്കണം. എങ്കിലേ ഒരെണ്ണം കുറഞ്ഞിട്ട് ഇവിടെ ഡിനോമിനേറ്ററിലെ ഒരു ഇസഡ് ക്യാൻസൽ ചെയ്തിട്ട് ഇസഡ് റേസ് ടു എന്നിൻ്റെ കോയിഫിഷ്യൻ്റായിട്ട് എനിക്ക് ഇതിൻ്റെയും കൂടെ പ്രൊഡക്റ്റ് എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ, പക്ഷെ നമുക്കറിയാം ഇസഡ് ഇവിടെ ന്യൂമിനേറ്ററിലാണ്, ഇവിടെ ഇസഡ് ഡിനോമിനേറ്ററാണ്. പക്ഷേ x/2 രണ്ടിടത്തും സെയിം ആണ്. ഓക്കെ, ന്യൂമിനേറ്ററും ഡിനോമിനേറ്ററും മാറ്റമൊന്നുമില്ല. അപ്പോൾ ഇതിന് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഇത് x/2 ഇസഡിനെ ഈ 1/n + 1 ഫാക്ടോറിയൽ x/2 റേസ് ടു n + 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇസഡ് ഇതിന് ക്യാൻസൽ ചെയ്ത് പോയി ഇസഡ് റേസ് ടു n ആയി. അതിൻ്റെ കോയിഫിഷ്യൻ്റായിട്ട് ഇവിടെ മൈനസ് ആണ്, അതുകൊണ്ട് -1/n + 1 ഫാക്ടോറിയൽ x/z റേസ് ടു n + 2. കാരണം ഇവിടെ ഓൾറെഡി xz റേസ് ടു n + 1 ഇവിടെ ഓൾറെഡി xz റേസ് ടു n + 1 ഉണ്ട്. ഓക്കെ, n + 1 ഉണ്ട്. അതിൻ്റെ കൂടെ ഒരു x/2. ഓക്കെ, ഇവിടെ ഓൾറെഡി x/2 റേസ് ടു n + 1 ഉണ്ട്. അതിൻ്റെ കൂടെ ഒരു x/2 കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അതുകൊണ്ട് x/2 റേസ് ടു n + 2 എന്ന് എഴുതാം. പ്ലസ് അടുത്തത് ഈ n + 2 ടേമും ഈ x² ടേമും മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഈ ഇസഡ് റേസ് ടു എൻ്റെ കോയിഫിഷ്യൻ്റ് കിട്ടും. അങ്ങനെ കുറേ ടേംസ് കാണും. ഓക്കെ, അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. ഇതിനെ -1/0 ഡിവൈഡ് ബൈ n ഫാക്ടോറിയൽ x/2 റേസ് ടു n എന്നും ഓക്കെ -1 ഫാക്ടോറിയൽ ഇൻറ്റു n + 1 ഫാക്ടോറിയൽ x/2 റേസ് ടു n + 2 -1² 2 ഫാക്ടോറിയൽ ഇൻറ്റു ഓക്കെ ഒരു ജനറൽ ഫോമിലേക്ക് നമ്മൾ മാറ്റി. -1/r ഫാക്ടോറിയൽ n + r ഫാക്ടോറിയൽ ഓക്കെ n + r ഫാക്ടോറിയൽ x/2 റേസ് ടു n + 2r. ഓക്കെ, അങ്ങനെയാണല്ലോ n + 2r. ഓക്കെ, അപ്പോൾ അതിനെ ഞാൻ ഒരു സമ്മേഷൻ r = 0 to infinity -1/r 1/r ഫാക്ടോറിയൽ ഇൻറ്റു n + r ഫാക്ടോറിയൽ ഇൻറ്റു x/2 റേസ് ടു n + 2r എന്ന് എഴുതി. ഓക്കെ, ഇതിനെല്ലാം കൂടെ ഒരു സമ്മേഷൻ്റെ രൂപത്തിൽ എഴുതി. ഇനി നോക്കുക, നമുക്കറിയാം n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ
ഗാമ ഓഫ് എൻ പ്ലസ് വൺ ആണ്. ഓക്കെ അല്ലേ, ഒന്ന് കുറവ്. ഓക്കെ, ഇത് ഇൻറ്റീജർ ആണെങ്കിൽ എൻ ഫാക്ടോറിയൽ തന്നെ, എൻ മൈനസ് വൺ ഫാക്ടോറിയൽ, എൻ പ്ലസ് വൺ മൈനസ് വൺ ഫാക്ടോറിയലാണ്, അപ്പോൾ എൻ ഫാക്ടോറിയൽ. അപ്പോൾ ഇത് എൻ പ്ലസ് ആർ ഫാക്ടോറിയൽ ഇനി നമുക്ക് ഗാമ ഫംഗ്ഷൻ്റെ രൂപത്തിൽ എങ്ങനെ എഴുതാം? എൻ ഗാമ ഓഫ് എൻ പ്ലസ് ആർ പ്ലസ് വണ്ണിനെ എനിക്ക് എൻ പ്ലസ് ആർ ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ആ സബ്സ്റ്റിറ്റ്യൂഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എൻ പ്ലസ് ആർ ഫാക്ടോറിയലിന് എൻ ഗാമ ഓഫ് എൻ പ്ലസ് ആർ പ്ലസ് വൺ എന്ന് എഴുതാം. ഓക്കെ, ബാക്കിയെല്ലാം അതുപോലെ തന്നെ. അപ്പോൾ ഇത് നോക്കിയാൽ അറിയാം, ഇത് നമ്മുടെ പഴയ ജെ എൻ എഫ് എക്സ് തന്നെയാണ്. ഓക്കെ, ജെ എൻ എഫ് എക്സിൻ്റെ ഇക്വേഷനാണ് ഇത് തന്നെയാണ്. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ മറിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ ജെ എൻ എഫ് എക്സ് തന്നെയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇസഡ് റേസ് ടു എന്നിൻ്റെ കോഎഫിഷ്യൻ്റായിട്ട് എനിക്ക് എന്താണ് കിട്ടുന്നത്? ജെ എൻ എഫ് എക്സ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഇത് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലായി. പക്ഷേ ആ ഇക്വേഷൻ്റെ അകത്ത് വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജെ മൈനസ് എൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇസഡ് റേസ് ടു മൈനസ് എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് ആണെന്ന്. അപ്പോൾ അതും കൂടെ നോക്കണം. അപ്പോൾ സിമിലർലി കോഎഫിഷ്യൻ്റ് ഓഫ് ഇസഡ് റേസ് ടു മൈനസ് എൻ. അപ്പോൾ ഇസഡ് റേസ് ടു മൈനസ് എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് കിട്ടാൻ വേണ്ടി ആദ്യം ഇസഡ് റേസ് ടു എൻ എവിടെ ഉണ്ടെന്ന് നോക്കുക, നമ്മുടെ പഴയ ഇക്വേഷൻ്റെ അകത്ത്. ഓക്കെ, ഇവിടെ ഇസഡ് റേസ് ടു എൻ, ഓക്കെ, ഇസഡ് റേസ് ടു മൈനസ് എൻ എവിടെയാണെന്ന് നോക്കുക. ഇസഡ് റേസ് ടു മൈനസ് എൻ്റെ കോഎഫിഷ്യൻ്റ് ആണല്ലോ വേണ്ടത്. അപ്പോൾ ആദ്യം ഇസഡ് റേസ് ടു മൈനസ് എൻ എവിടെയാണെന്ന് നോക്കുക. ഇവിടെ ഇസഡ് റേസ് ടു മൈനസ് എൻ ഉണ്ട്. ഓക്കെ, ഇസഡ് റേസ് ടു മൈനസ് എൻ എഴുതാം. അപ്പോൾ അതിനെ ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനെ ഫസ്റ്റ് ടൈമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എനിക്ക് ഇസഡ് റേസ് ടു എന്നിൻ്റെ കോഎഫിഷ്യൻ്റായിട്ട് ഈ ടൈം കിട്ടും. അടുത്തത് എനിക്ക് ഇസഡ് റേസ് ടു എൻ പ്ലസ് വണ്ണിനെ ഈ ടൈമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കാരണം അപ്പോഴേ എൻ പ്ലസ് വണ്ണിൽ നിന്ന് ഒരു ഇസഡ് ക്യാൻസൽ ചെയ്തിട്ട് ഇസഡ് റേസ് ടു മൈനസ് എന്നിൻ്റെ കോഎഫിഷ്യൻ്റായിട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മുമ്പേ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചെയ്യുക. ഇവിടെ ഈ ലാസ്റ്റ് ടൈംസിനെയൊക്കെ ഇവിടുത്തെ ഫസ്റ്റ് ടൈം കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ ഇവിടെ അവസാനം വരുന്ന ടൈമുകളെയൊക്കെ ഇവിടുത്തെ ഫസ്റ്റ് ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, പഴയ ഫോർമാറ്റ് തന്നെ ചെയ്യുക. അപ്പോൾ എനിക്ക് എന്താണ് കിട്ടുന്നതാണ് എഴുതിയേക്കുന്നത്. ഓക്കെ, മൈനസ് വൺ റേസ് ടു എൻ ഫാക്ടോറിയൽ എക്സ് ബൈ ടു റേസ് ടു എൻ മൈനസ് വൺ റേസ് ടു എൻ പ്ലസ് വൺ. പവർ മാത്രമായിരിക്കും ഒരു വ്യത്യാസം. കാരണം ഇവിടെ ഒരു മൈനസ് വൺ റേസ് ടു എന്നിൻ്റെ ഇങ്ങനൊരു ടേമും കൂടെ കാണും. അല്ലെങ്കിൽ ബാക്കിയെല്ലാം പഴയ നമ്മുടെ ഇസഡ് റേസ് ടു എന്നിൻ്റെ പോലെ തന്നെ. പക്ഷേ ഇവിടെ ഇസഡ് റേസ് ടു മൈനസ് എൻ അഡീഷണലായിട്ട് ഇസഡ് റേസ് ടു മൈനസ് വൺ റേസ് ടു എൻ എന്ന് പറഞ്ഞൊരു ടേമും കൂടെ കാണുമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് എഴുതിയിരിക്കുന്നത്. ഒരു മൈനസ് വൺ റേസ് ടു എൻ എല്ലായിടത്തും കൂടുതലുണ്ട്, മൈനസ് വൺ റേസ് ടു എൻ പ്ലസ് വൺ. ബാക്കിയെല്ലാം പഴയ ഫോർമാറ്റ് തന്നെ. ഓക്കെ, ഇസഡ് റേസ് ടു എന്നിൻ്റെ അതേ ഫോർമാറ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ മൈനസ് വൺ റേസ് ടു എന്നിനെ എടുത്ത് പുറത്തോട്ടു, ബാക്കി എഴുതി 1 by n ഫാക്ടോറിയൽ x by 2 റേസ് ടു n മൈനസ് 1 റേസ് ടു മൈനസ് 1 ഡിവൈഡ് ബൈ n പ്ലസ് 1 ഫാക്ടോറിയൽ. ഓക്കെ, മൈനസ് 1 സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു n പ്ലസ് 2 ഫാക്ടോറിയൽ. അങ്ങനെ പോകുന്നു. അപ്പോൾ അതിനെ ഒരു സമ്മേഷൻ്റെ ഇതെല്ലാത്തിനും ഇങ്ങോട്ടൊരു സമ്മേഷനാക്കി എഴുതാം. r ഈക്വൽ ടു 0 to infinity മൈനസ് 1 റേസ് ടു r 1 by r ഫാക്ടോറിയൽ n പ്ലസ് r ഫാക്ടോറിയൽ x by 2 n പ്ലസ് 2r. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? ഈ n പ്ലസ് ആർ ഫാക്ടോറിയലിനെ എന്താക്കി എഴുതാമെന്ന് തൊട്ട് മുമ്പ് പറഞ്ഞ് ഗാമ ഓഫ് എൻ പ്ലസ് ആർ പ്ലസ് വൺ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത് ആര് തന്നെയാണ്? ഇത് ജെ എൻ എഫ് എക്സ് തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്താ വന്നത്? മൈനസ് വൺ റേസ് ടു എൻ ഇൻറ്റു ജെ എൻ എഫ് എക്സ് എന്ന് പറയുന്നത്. മൈനസ് വൺ റേസ് ടു എൻ ജെ എൻ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ജെ മൈനസ് എൻ എഫ് എക്സ് ആണ്. ഓക്കെ, അത് ജെ മൈനസ് എൻ എഫ് എക്സ് ആണ്. അപ്പോൾ അതിൻ്റെ റേസ് ടു മൈനസ് സെക്കൻഡ് പാർട്ടും സോൾവ് ചെയ്തു. റേസ് ടു മൈനസ് എൻ്റെ കോഎഫിഷ്യൻറ്റ് ജെ മൈനസ് എൻ എഫ് എക്സ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ആ രണ്ട് ഇക്വേഷനും നമുക്ക് ഇസഡ് റേസ് ടു എൻ്റെ കോഎഫിഷ്യൻറ്റ് ഇസഡ് റേസ് ടു മൈനസ് എൻ്റെ കോഎഫിഷ്യൻറ്റ് കൂടെ കമ്പൈൻ ചെയ്താൽ n ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഇസഡ് റേസ് ടു എൻ ജെ എൻ എഫ് എക്സിന് എഴുതാം. ഓക്കെ, അതിനെ ഒന്നും കൂടെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണ്. ജെ സീറോ ഓഫ് എക്സ് പ്ലസ് അതായത് ജെ എൻ എഫ് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് അല്ല ഇസഡ് റേസ് ടു എന്നിൻ്റെ കോഎഫിഷ്യൻറ്റ് ജെ എൻ എഫ് എക്സും ഇസഡ് റേസ് ടു മൈനസ് എന്നിൻ്റെ കോഎഫിഷ്യൻറ്റ് ജെ മൈനസ് എൻ എഫ് എക്സും ആണ്. അപ്പോൾ എന്നിന് 1 2 3 വാല്യൂസ് കൊടുത്താൽ എന്ത് കിട്ടും? ജെ സീറോ എക്സ് പ്ലസ്
z into j1 of x, z raised to 1ൻ്റെ കോയിഫിഷ്യൻറ്റ് j1 of x, z raised to minus 1ൻ്റെ കോയിഫിഷ്യൻറ്റ് j minus 1 of x, z സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻറ്റ് j2 of x, z raised to minus 2ൻ്റെ കോയിഫിഷ്യൻറ്റ് j minus 2 of x. അങ്ങനെ എഴുതാം. ഓക്കെ, z raised to n ൻ്റെ കോയിഫിഷ്യൻറ്റ് j n of x, z raised to minus ൻ്റെ കോയിഫിഷ്യൻറ്റ് j minus n of x. ഇനി j minus n of x എന്ന് പറഞ്ഞാൽ മൈനസ് 1 raised to n j n of x ആണ്. അപ്പോൾ ആ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് ഇവിടുത്തെ z ടേംസിനെ എല്ലാം കൂടെ ഗ്രൂപ്പ് ചെയ്യുന്നു. j0 of x z ടേംസിനെ എല്ലാം ഗ്രൂപ്പ് ചെയ്തു. അപ്പോൾ z മൈനസ് 1 ബൈ z j1 of x പ്ലസ്, കാരണം ഇവിടെ നമുക്ക് ഇവിടെ j മൈനസ് 1 of x ആണ് എന്ന് പറഞ്ഞാൽ മൈനസ് 1 ഇൻറ്റു ഈ j മൈനസ് 1 of x എന്ന് പറഞ്ഞാൽ എന്താ, മൈനസ് 1 raised to 1 ഇൻറ്റു j1 of x അല്ലേ. അപ്പോൾ ആ മൈനസ് 1നെ ഈ 1 ബൈ സെഡിൻ്റെ കൂടെ ഈ z raised to മൈനസ് 1ൻ്റെ കൂടെ വിട്ടു. അപ്പോൾ എനിക്ക് ഇപ്പോൾ j1 of x ഇവിടെ ഒരു j1 of x വരും. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടെ ക്ലബ് j1 of x കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ z മൈനസ് 1 ബൈ z j1 of x പ്ലസ് z സ്ക്വയർ പ്ലസ് 1 ബൈ z സ്ക്വയർ j2 of x അങ്ങനെ എഴുതാം. ഓക്കെ, ഇതിനെ കോഎഫിഷ്യൻ്റ് ഓഫ് j's ആർ കോൾഡ് ബെസൽസ് കോഎഫിഷ്യൻറ്റ്. ഈ z മൈനസ് 1 ബൈ z സ്ക്വയർ പ്ലസ് 1 ബൈ z സ്ക്വയർ ഇവരെയൊക്കെ ബെസൽസ് കോഎഫിഷ്യൻറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. അടുത്തതായിട്ട് ഓക്കെ, ഇതൊരു പ്രോബ്ലമാണ്. ഓക്കെ, സ്റ്റാർട്ടിങ് ഫ്രം ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് j n of x, find the Jacobi series and show that cos x equal to j0 minus 2j2 plus 2j4 minus sin x equal to 2j1 minus 2j3 plus 2j5. ഓക്കെ, അപ്പോൾ ഈ ഫോർമാറ്റ് കിട്ടും. ജാക്കോബി സീരീസ് എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ജനറേറ്റിംഗ് ഫംഗ്ഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് എന്താണ് ഈ ഫോർമാറ്റ് കിട്ടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോസ് എക്സും സൈൻ എക്സും ഈക്വൽ ടു ഇതെന്ന് പറഞ്ഞിട്ടൊരു ഫോർമാറ്റ് കിട്ടണം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്താണെന്ന് അറിയാം. അപ്പോൾ അതിനെ നമ്മൾ ഈ തൊട്ട് മുമ്പ് കണ്ട ഫോർമാറ്റിൽ അങ്ങ് എക്സ്പാൻഡ് ചെയ്ത് എഴുതി. ഓക്കെ, j0 of x j1 of x, കാരണം j0 j1 j2 ഒക്കെ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത്. അപ്പോൾ -2 j of -2 അല്ല j of -4 എന്നൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, j മൈനസ് n of x നെ -1 raised to n j n of x എന്ന് പറഞ്ഞ ഫോർമാറ്റിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ എടുക്കേണ്ട ഫോർമാറ്റ് ഇതാണ്, z മൈനസ് 1 ബൈ z സ്ക്വയർ പ്ലസ് 1 ബൈ z സ്ക്വയർ, ആ ഫോർമാറ്റാണ് എടുക്കേണ്ടത്. അപ്പോൾ ആ ഫോർമാറ്റ് ഇതിൽ എഴുതി. ഓക്കെ, ഇനി കോസും സൈനും, ഓക്കെ, ഇനി ഇതിനെ എങ്ങനെയും കോസിൻ്റെ സൈൻ്റെയും ടേമിലാക്കണം. ഓക്കെ, കോസ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ഈക്വൽ ടു എന്ന ടേമിലാക്കണം. ഓക്കെ, അപ്പോൾ നമുക്കറിയാവുന്നത് ഇസഡിന് ഇ റേസ് ടു ഐ തീറ്റ എന്ന് കൊടുത്താൽ നമുക്കറിയാം ഇ റേസ് ടു ഐ തീറ്റ പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ തീറ്റ ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ കോസ്, അതുകൂടാതെ ഇ റേസ് ടു ഐ തീറ്റ മൈനസ് ഇ റേസ് ടു മൈനസ് ഐ തീറ്റ ഡിവൈഡ് ബൈ 2i ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം കോസ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ഈക്വൽ ടു നമ്മുടെ ബെസൽസ് ഫംഗ്ഷൻ ആ ഫോർമാറ്റ് വേണമെന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് ഇവിടെ -n ഫോർമാറ്റിലല്ല, അതുകൊണ്ട് നമ്മൾ ഈ z മൈനസ് 1 ബൈ z സ്ക്വയർ പ്ലസ് 1 ബൈ z സ്ക്വയർ ആ ഫോർമാറ്റിൽ എടുക്കണമെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഇത് എഴുതി. ഇനി ഇതിനെ ഇതിൻ്റെ അകത്ത് നിന്ന് എങ്ങനെയും കോസ് എക്സ് സൈൻ എക്സ് ടേംസിലേക്ക് പോകണം. അപ്പോൾ അതിനുവേണ്ടി ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം, ഇസഡിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അതിനായിട്ട് നമുക്ക് അതുകൊണ്ടാണ് ഇസഡ് മൈനസ് 1 ബൈ ഇസഡിൽ നിന്ന് പെട്ടെന്ന് സൈനും കോസും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഫോർമുലയാണ് ഇത് കിടക്കുന്നത്. ഇ റെസ്റ്റ് ഐ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇ റെസ്റ്റ് ഐ തീറ്റ മൈനസ് ഇ റെസ്റ്റ് മൈനസ് ഐ തീറ്റ ഡിവൈഡ് ബൈ ഓക്കെ ഇ റെസ്റ്റ് ഐ തീറ്റ മൈനസ് ഇ റെസ്റ്റ് മൈനസ് ഐ തീറ്റ എന്ന ഫോർമാറ്റിലാണ് ഈ ഇസഡ് മൈനസ് 1 ബൈ ഇസഡ് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് സൈനും കോസും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി. ഇപ്പോൾ എക്സ് ഇൻറ്റു ഇ റെസ്റ്റ് ടു ഐ തീറ്റ മൈനസ് ഇ റെസ്റ്റ് ടു മൈനസ് ഐ തീറ്റ എന്ന് കിട്ടി ഡിവൈഡ് ബൈ 2 ഡിവൈഡ് ബൈ അപ്പോൾ ഓക്കെ ഇ റെസ്റ്റ് ടു ഐ തീറ്റ മൈനസ് ഇ റെസ്റ്റ് ടു മൈനസ് ഐ തീറ്റ ഡിവൈഡ് ബൈ 2, അങ്ങനെയാണ് ഐ ഇങ്ങോട്ട് വരും. അപ്പോൾ ഈ എക്സ്പോണൻഷ്യൽ എക്സ് ഇൻറ്റു ഐ സൈൻ തീറ്റ ഈക്വൽ ടു അങ്ങനെ എല്ലായിടത്തും ആ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി. ഓക്കെ, ഇ റെസ്റ്റ് ടു മൈനസ് ഐ തീറ്റ മൈനസ് ഇ റെസ്റ്റ് ടു മൈനസ് ഐ തീറ്റ ഇ റെസ്റ്റ് ടു ഐ 2 ഐ തീറ്റ ഇ റെസ്റ്റ് ടു മൈനസ് 2 ഐ തീറ്റ. ഓക്കെ, അങ്ങനെ എല്ലായിടത്തും സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി.
അപ്പോൾ ഇതിനെല്ലാം ഈ ഇക്വേഷൻ ഉപയോഗിച്ച് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 2i sin തീറ്റ എന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ പ്ലസ് ആണ്, അപ്പോൾ പ്ലസ് ആയതുകൊണ്ട് 2 cos തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, കാരണം ഇവിടെ 2 തീറ്റ ആണ്. അടുത്തത് 2i sin തീറ്റ, അങ്ങനെ ആ സീരീസ് മൊത്തം എഴുതി. ഓക്കെ, അപ്പോൾ ഇത് e i തീറ്റ എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് ഈ ഇക്വേഷൻ കിടക്കുന്നത്. ഇത് അപ്പോൾ e i തീറ്റ ഇനി cos തീറ്റ പ്ലസ് i sin തീറ്റ എന്ന് പറഞ്ഞ ഫോർമാറ്റിലോട്ട് മാറ്റാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഞാൻ ആ സ്റ്റെപ്പ് ആണ് അടുത്ത് ചെയ്യുന്നത്. അതിനോടൊപ്പം cos തീറ്റ പ്ലസ് i sin തീറ്റ, അപ്പോൾ i ടേംസ് ഉള്ള ഇവിടെ i sin തീറ്റ ഉള്ള ടേംസിനെ എല്ലാം കൂടെ ഗ്രൂപ്പ് ചെയ്യുന്നു. cos തീറ്റയുടെ ടേംസിനെ എല്ലാം കൂടെ ഗ്രൂപ്പ് ചെയ്യുന്നു. ഇവിടെ cos 2 തീറ്റ, ഇവിടെ ഒരു i ഉള്ള ടേം, അപ്പോൾ i ഉള്ള ടേംസും കോസിൻ്റെ ടേംസും എല്ലാം കൂടെ സെപ്പറേറ്റ് ചെയ്യുന്നു ഈ സീരീസിൽ. അത് രണ്ടുമാണ് ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് cos x sin തീറ്റ പ്ലസ് i sin x sin തീറ്റ എന്ന് പറഞ്ഞിട്ട് കോസിൻ്റെ ടേംസിലുള്ളത് പ്ലസ് i sin ടേംസിലുള്ള ഒരു ഇക്വേഷൻ കിട്ടി. ഓക്കെ, ഇനി അതിൻ്റെ റിയൽ ആൻഡ് ഇമാജിനറി പാർട്സ്, ഇത് ഈ ഇക്വേഷൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഇക്വേറ്റ് ചെയ്യുന്നു. cos x sin തീറ്റ എന്ന് പറഞ്ഞ് ഈ ഫസ്റ്റ് പാർട്ട്, sin x sin തീറ്റ എന്ന് പറഞ്ഞ് സെക്കൻഡ് പാർട്ട്. ഓക്കെ, ഇതിനെയാണ് ജാക്കോബി സീരീസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടേണ്ട ഇക്വേഷൻ ഏകദേശം അടുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് cos x ഈക്വൽ ടു j0 പ്ലസ് 2 j2 അങ്ങനെയായിരുന്നു കിട്ടേണ്ടത്. അപ്പോൾ ഈ സൈനും കോസൊക്കെ മാറ്റണം. അപ്പോൾ അതിനായിട്ട് ഇത് മാറ്റാൻ വേണ്ടി cos x sin x എന്ന് പറഞ്ഞ ഫോർമാറ്റ് വരണം. അപ്പോൾ sin തീറ്റ 1 ആകുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. sin തീറ്റ 1 ആകുന്നത് π/2 അപ്പോൾ sin തീറ്റയ്ക്ക് π/2 എന്ന് കൊടുക്കുക. അപ്പോൾ cos x equal to j0 minus 2j2 plus 2j4. ഓക്കെ, sin x equal to 2j1 minus 2j3 plus 2j5. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടേണ്ട ഉത്തരം കിട്ടി. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഓക്കെ, നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നു ഓർത്തോഗണാലിറ്റി കണ്ടീഷൻ പഠിക്കാനാണ്. ഓക്കെ, ഓർത്തോഗണാലിറ്റി ഈ നോർമാലിറ്റി എന്ന് പറഞ്ഞാൽ ഓർത്തോഗണൽ പ്രോപ്പർട്ടി നോർമലൈസേഷനും കൂടെ ഒരുമിച്ച് ചേരുന്നതാണല്ലോ ഓർത്തോനോർമാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഓർത്തോഗണൽ പ്രോപ്പർട്ടിയും പറയുന്നുണ്ട്, നോർമലൈസേഷൻ പ്രോപ്പർട്ടിയും പറയുന്നുണ്ട്. അപ്പോൾ ആദ്യമേ മിനിമം ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടിയിലും പഠിച്ചു നോക്കുക. നോർമലൈസേഷൻ പ്രോപ്പർട്ടി സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഓക്കെ പഠിക്കണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് if alpha and beta are two roots of the equation. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ബെസൽസ് ഫംഗ്ഷനാണ്. jn(f) ന്യൂ എന്ന് പറഞ്ഞ ബെസൽസ് ഫംഗ്ഷൻ്റെ രണ്ട് റൂട്ടാണ് ആൽഫയും ബീറ്റയും എങ്കിൽ ദ കണ്ടീഷൻ ഫോർ ഓർത്തോഗണാലിറ്റി ഓവർ ദ ഇൻ്റർവൽ 0-1 വിത്ത് വെയിറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എക്സും കൂടെ ഇൻ്റഗ്രേഷൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇൻ്റഗ്രൽ 0-1 jn(α(x). ഓക്കെ, ഇതാണല്ലോ ഓർത്തോഗണൽ പ്രോപ്പർട്ടിയുടെ. അപ്പോൾ ഓർത്തോഗണാലിറ്റിയുടെ ജനറൽ ഫോം jn(α(x) ഇൻറ്റു jn(β)(x) ഇൻറ്റു എക്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എക്സ്. ഇതാണ് നമ്മുടെ വെയിറ്റ് ഫംഗ്ഷൻ. എക്സ് ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു 0 ഫോർ ആൽഫ നോട്ട് ഈക്വൽ ടു ബീറ്റ. അപ്പോൾ ഓർത്തോഗണാലിറ്റിയിൽ എന്താ പറയുന്നത്, ആൽഫയും ബീറ്റയും ഈക്വൽ ആണെങ്കിൽ എന്ത് സംഭവിക്കും, ആൽഫയും ബീറ്റയും ഈക്വൽ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, അതാണ് ഓർത്തോഗണാലിറ്റി കണ്ടീഷൻ പറയുന്നത്. അപ്പോൾ ഇവിടെ jn(α(x) jn(β)(x) ഇൻറ്റു എക്സ് ഡി എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ ഓർത്തോഗണാലിറ്റി കണ്ടീഷൻ. ഈ ഇക്വേഷനാണ് ഓർത്തോഗണാലിറ്റി. ഇപ്പോൾ ഓർത്തോഗണാലിറ്റി ഓഫ് ബെസൽസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ പ്രൂവ് ചെയ്യാൻ പറഞ്ഞു, അല്ല ബെസൽസ് ഫംഗ്ഷൻ പ്രൂവ് ചെയ്യാൻ പറഞ്ഞ് നിങ്ങൾ ഈ ഇക്വേഷൻ പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, അതിൻ്റെ കൂടെ നോർമലൈസേഷൻ കണ്ടീഷനാണ് ആൽഫയും ബീറ്റയും ഈക്വൽ ആണെങ്കിൽ ഈ ഇക്വേഷനെ എക്സ് ഇൻറ്റു ഇത് രണ്ട് ഈക്വൽ ആണെങ്കിൽ jn(α(x) ഹോൾ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. രണ്ട് ഈക്വൽ ആണെങ്കിൽ ഡി എക്സ് ഈക്വൽ ടു 1/2 ഇൻറ്റു j സ്ക്വയർ ഓഫ് n+1 ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ ഇത് ആൽഫയും ബീറ്റയും ഈക്വൽ ആണെങ്കിലത്തെ കാര്യം, ഇത് ആൽഫയും ബീറ്റയും ഈക്വൽ അല്ലാത്ത കാര്യം. അപ്പോൾ ഇതിനെ ഇത് ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി, ഇത് നോർമലൈസേഷൻ കണ്ടീഷൻ. അപ്പോൾ രണ്ടിനെയും കൂടെ ക്ലബ് ചെയ്ത് എനിക്ക് ഓർത്തോനോർമാലിറ്റി എഴുതാം. ഒരു ഈക്വൽ ടു 0 ആണ്, അല്ലെങ്കിൽ ഈ വാല്യൂ ആണ്. അപ്പോൾ ഒരു ക്രോണക്കൽ ഡെൽറ്റ ആഡ് ചെയ്താൽ മതി. ഒരു
ക്രോണക്കർ ഡെൽറ്റ ആഡ് ചെയ്തിട്ട് ഓർത്തോനോർമാലിറ്റി എഴുതി 0 to 1 jn of alpha of x jn of beta x dx equal to 1/2 jn plus 1 square alpha of delta alpha beta. And in the proof, okay, we know jn of x is a solution for Bessel's differential equation. ഇതാണ് നമ്മുടെ Bessel's differential equation. ഇതിനകത്ത് y ഈക്വൽ ടു പറഞ്ഞ് കിട്ടുന്നത് എന്താണോ അതാണ് സൊല്യൂഷൻ. അത് നമ്മൾ y ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടിയത്, y ഈക്വൽ ടു jn of x എന്നാണ് നമുക്ക് കിട്ടിയത് ആദ്യം നമ്മുടെ സൊല്യൂഷൻ കണ്ടുപിടിച്ചപ്പോൾ. അപ്പോൾ jn of x ആണ് Bessel's differential equationൻ്റെ സൊല്യൂഷൻ. അതായത് Bessel's ഫംഗ്ഷൻ എന്ന് പറയുന്ന Bessel ഫംഗ്ഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത് jn of x ആണ് Bessel's differential equationൻ്റെ സൊല്യൂഷൻ. ഓക്കെ, ഇനി ഞാൻ രണ്ട് Bessel's ഫംഗ്ഷനെ ഇമാജിൻ ചെയ്യുന്നു. ഓക്കെ, jn of alpha എക്സും jn of beta എക്സും. അങ്ങനെ രണ്ട് Bessel's ഫംഗ്ഷൻ ഉണ്ടെന്ന് ഇമാജിൻ ചെയ്തിട്ട് അതിനെ ഒന്നിനെ യു എന്നും ഒന്നിനെ വി എന്നും വിളിച്ചു. ഓക്കെ, ഇനി ആ സൊല്യൂഷൻ y ഈക്വൽ ടു സൊല്യൂഷൻ, ഇതിൻ്റെ സൊല്യൂഷൻ y ഈക്വൽ ടു jn of x ആണ്. ഇനി യുവിൻ്റെയും വിയുടെയും ടേംസിൽ നമ്മൾ രണ്ട് Bessel's differential equation എഴുതുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടേംസിൽ ഇവിടെ വൈയുടെ സ്ഥാനത്ത് യു ആണ്, അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് എന്ന് പറഞ്ഞു ആൽഫ എക്സ് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആൽഫ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആൽഫ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് യു എഴുതുന്നു. ഓക്കെ, വി സ്ക്വയർ യു ബൈ ഡി ആൽഫ എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് 1 ബൈ ആൽഫ എക്സ്. ഓക്കെ, എക്സ് ഉള്ളിടത്തെല്ലാം ആൽഫ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ ആൽഫ എക്സ് സ്ക്വയർ യു ഇസ് കിട്ടും 0. ഇനി ഇവിടെ ഒരു ആൽഫ കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ എടുത്ത് പുറത്തിടാം. ഇവിടെയും ആൽഫ കോൺസ്റ്റൻ്റ് ആണ്, എടുത്ത് പുറത്തിടാം. അപ്പോൾ ആൽഫ സ്ക്വയർ എക്സ് 1 മൈനസ് എൻ സ്ക്വയർ ആൽഫ സ്ക്വയർ എക്സ് സ്ക്വയർ. ഇനി ഇതിനെ എല്ലാത്തിനെയും ഒരു ആൽഫ സ്ക്വയർ എക്സ് സ്ക്വയറും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ ആൽഫ സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു യു ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ഇവിടെ ആൽഫ സ്ക്വയർ എക്സ് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ മിച്ചം വരുന്ന എക്സ് ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് പ്ലസ് ആൽഫ സ്ക്വയർ എക്സ് സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ ഡി യു സ്ക്വയർ 0. ഓക്കെ, അതുപോലെ തന്നെ എനിക്ക് എക്സിൻ്റെ സ്ഥാനത്ത് ബീറ്റ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് യുവിന് പകരം ഈ ഫോർമാറ്റിൽ എക്സിന് പകരം ബീറ്റ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വൈക്ക് പകരം ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എനിക്ക് അതേപോലെ തന്നെ വേറെ ഇക്വേഷൻ കിട്ടും. ഓക്കെ, ബീറ്റ സ്ക്വയർ എക്സ് സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ വി ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ രണ്ട് ഇക്വേഷൻ കിട്ടി. ഇനി ഓരോ ഇക്വേഷനും ഈ ഇക്വേഷനെ ഫസ്റ്റ് ഇക്വേഷനെ ബി ബൈ എക്സ് വെച്ചും ഫസ്റ്റ് ഇക്വേഷനെ ബി ബൈ എക്സ് വെച്ചും സെക്കൻഡ് ഇക്വേഷനെ യു ബൈ എക്സ് വെച്ചും മൾട്ടിപ്ലൈ ചെയ്യുന്നു, രണ്ടിനെ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ബി ബൈ എക്സ് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻറ്റു ബി ബൈ എക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇവിടുന്ന് ഒരു എക്സ് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ വി എക്സ് ഇൻറ്റു വി ഓക്കെ ഇവിടെ വി വരും. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിയുമ്പോൾ എക്സ് ഇൻറ്റു ആദ്യം മൾട്ടിപ്ലൈ ചെയ്തു, പിന്നെ മൈനസും ചെയ്തു. അപ്പോൾ മൈനസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടുമെന്നാണ് ഇവിടെ കിടക്കുന്നത്. ഇവിടെ ഒരു എക്സ് വരും, ഇവിടെ ഒരു എക്സ് വരും, ഇവിടെ ഒരു വി വരും, ഇവിടെ ഒരു യു വരും. അപ്പോൾ എക്സ് രണ്ടും കോമൺ ആണ്, എടുത്ത് പുറത്തിട്ടു. അപ്പോൾ വി ഇൻറ്റു ഡി സ്ക്വയർ യു ബൈ ഡി സ്ക്വയർ മൈനസ് യു ഇൻറ്റു ഡി സ്ക്വയർ വി ബൈ ഡി സ്ക്വയർ പ്ലസ് അടുത്ത് ഇത് രണ്ടിൻ്റെയും കൂടെ ക്ലബ് ചെയ്തു. ഓക്കെ, എക്സ് രണ്ടും പോകും, യു വി മാത്രമേ ഉള്ളൂ കൂടെ. അപ്പോൾ അങ്ങനെ എഴുതി എൻ സ്ക്വയർ മൈനസ് ചെയ്ത് കഴിയുമ്പോൾ എൻ സ്ക്വയർ പോകും. അപ്പോൾ ആൽഫ സ്ക്വയർ മൈനസ് ബീറ്റ സ്ക്വയർ ഇൻറ്റു എക്സ് യു വി ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഓക്കെ, അതിനെ എനിക്ക് ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ഇൻറ്റു വി ഡി യു ബൈ ഡി എക്സ് മൈനസ് യു ഡി വി ബൈ ഡി എക്സ് പ്ലസ് ആൽഫ സ്ക്വയർ മൈനസ് ബീറ്റ സ്ക്വയർ എക്സ് യു വി ഈക്വൽ ടു 0. ഈ രണ്ട് ടൈമിനും കൂടെ ക്ലബ് ചെയ്ത് ഇങ്ങനെയാക്കി. ഓക്കെ, ഇനി നമുക്കറിയാം യു എന്ന് പറഞ്ഞാൽ ജെ എൻ ഓഫ് എക്സും ജെ എൻ ഓഫ് ആൽഫ എക്സും വി എന്ന് പറഞ്ഞാൽ ജെ എൻ ഓഫ് ബീറ്റ എക്സും ആയിരുന്നു. ഓക്കെ, അപ്പോൾ തിരിച്ച് ആൽഫ വിക്കും യുവിനും ജെ എൻ ഓഫ് ആൽഫ എക്സിനും ജെ എൻ ഓഫ് ബീറ്റ എക്സിനും തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഇക്വേഷൻ ഇങ്ങനെ മാറും. ഓക്കെ, യുവിനും വിനും തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എക്സ് ഇൻറ്റു ഇതെന്താ വി ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് യു മൈനസ്
യു ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് വി. ഓക്കെ, തിരിച്ച് പഴയ ഫോർമാറ്റിലാക്കി യു ഇൻറ്റു വി. ഓക്കെ, ഇനി ഇൻറ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ബിറ്റ്വീൻ ലിമിറ്റ് 0 to 1. ഓക്കെ, ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേനും ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേനും ഈ ഡിഫറൻസിയേഷൻ അങ്ങ് പോകും. എന്നിട്ട് ലിമിറ്റ് 0 to 1. ഓക്കെ, അത് തന്നെ ഇവിടെ എഴുതിയേക്കുന്നത്. ലിമിറ്റ് 0 to 1 മാറി. അടുത്ത് ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ 0 to 1 ആൽഫ സ്ക്വയർ മൈനസ് ബീറ്റ സ്ക്വയർ എക്സ് ജെൻ ഓഫ് ആൽഫ എക്സ് പ്ലസ് ഇൻറ്റു ജെൻ ഓഫ് ബീറ്റ എക്സ് ഡി എക്സ് ഇൻറ്റു 0. അടുത്തത് കേസ് 1. ഓക്കെ, ആൽഫയും ബീറ്റയും ഈക്വൽ അല്ലെങ്കിൽ കേസ് 2 എന്ന് പറയുന്നത് ആൽഫയും ബീറ്റ ഈക്വൽ ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ ആൽഫയും ബീറ്റ ഈക്വൽ അല്ലാത്ത കേസാണ് ഇവിടെ പറയുന്നത്. ആദ്യമേ അതിൻ്റെ കൂടെ 2-3 കണ്ടീഷൻസ് പറയുന്നുണ്ട്. ജെൻ ഓഫ് ആൽഫ 0 ആണ്, ജെൻ ഓഫ് ബീറ്റ 0 ആണ്, ജെൻ ഓഫ് 0 ആണ്. അപ്പോൾ അതെല്ലാം ഡിഫൈൻഡ് ആണ് എങ്കിൽ ഈ കണ്ടീഷൻസൊക്കെ ഇവിടെ കൊടുത്തു കഴിയുമ്പോഴത്തേനും ഈ ജെൻ ഓഫ് ആൽഫ 0 ആയി, ജെൻ ഓഫ് ബീറ്റ 0 ആയി, അങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ ഇവിടെ കൊടുത്തു കഴിയുമ്പോഴത്തേനും, പക്ഷേ ആൽഫ നോട്ട് ഈക്വൽ ടു ബീറ്റ ആണ്, പക്ഷേ ജെൻ ഓഫ് ആൽഫ എന്ന് പറയുമ്പോൾ 0 ആണ് എന്നൊക്കെ ആ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ ഇവിടെ കൊടുത്തു കഴിയുമ്പോഴത്തേനും ഈ ടൈം മൊത്തം 0 ആയിപ്പോവും. ഓക്കെ, ഇത് മൈനസ് ഇതാണ്, അപ്പോൾ മൊത്തം 0 ആയിപ്പോയി. മിച്ചമുള്ളത് ഈ ടൈം മാത്രമേ ഉള്ളൂ. അത് ഈക്വൽ ടു 0 എന്ന് കിട്ടണം. ഓക്കെ, അപ്പോൾ അത് ഈക്വൽ ടു 0 എന്ന് കിട്ടണം. അപ്പോൾ അത് ഈക്വൽ ടു 0 ആണെങ്കിൽ ആൽഫയും ബീറ്റയും ഈക്വൽ അല്ല, അതുകൊണ്ട് ഈ ടൈം എന്താണെങ്കിലും 0 ആകില്ല. ഈ ടൈം എന്താണെങ്കിലും 0 അല്ലെങ്കിൽ ഇത് നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആര് 0 ആണ്? ഇത് ഈക്വൽ ടു 0 എന്ന് കിട്ടണമെങ്കിൽ ഇയാൾ 0 ആണ്. അപ്പോൾ ആൽഫ നോട്ട് ഈക്വൽ ടു ബീറ്റ ആണെങ്കിൽ 0 to 1 എക്സ് ജെൻ ഓഫ് ആൽഫ എക്സ് ജെൻ ഓഫ് ബീറ്റ എക്സ് ഡി എക്സ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഓർത്തോഗണാലിറ്റി കണ്ടീഷൻ. ഓക്കെ, ഓർത്തോഗണാലിറ്റി കണ്ടീഷൻ ഫോർ ബെസൽസ് ഫംഗ്ഷൻ. അപ്പോൾ ഇവിടം വരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. അല്ലെങ്കിൽ ഇതെങ്ങനെ എഴുതുമെന്ന് ചോദിച്ചാൽ എത്ര മാർക്കിനാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ വരുന്നത് എന്നനുസരിച്ച് നിങ്ങൾക്ക് നോർമലൈസേഷൻ കണ്ടീഷനും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ചെറിയ മാർക്കിൻ്റെ ഉള്ളക്ക് ഓർത്തോഗണാലിറ്റി വരെ പറഞ്ഞു നിർത്തിയാൽ മതി. അടുത്ത് ആൽഫ ഈക്വൽ ടു ബീറ്റ ആണെങ്കിൽ അതാണ് കേസ് 2. അപ്പോൾ ആൽഫ ഈക്വൽ ടു ബീറ്റ ആണെങ്കിൽ ഇൻറ്റഗ്രൽ 0 to 1 എക്സ് ജെൻ ഓഫ് എക്സ്. അപ്പോൾ ഇതെന്താണെന്ന് കണ്ടുപിടിക്കാൻ. ഓക്കെ, ഇൻറ്റഗ്രൽ 0 to 1 എക്സ് ജെൻ ഓഫ് ആൽഫ എക്സ് ജെൻ ഓഫ് ബീറ്റ എക്സ് ഡി എക്സ് ഈക്വൽ ടു 0 ഈക്വൽ ടു ഇതിൻ്റെ എല്ലാം എടുത്ത് അപ്പുറത്തോട്ട് കൊണ്ടുപോകും. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ലിമിറ്റ് ആൽഫ ടെൻസ് ടു ബീറ്റ, ഇതാണ് നമ്മൾ ആ വലിയ ടൈം ഡിവൈഡ് ബൈ ഒരു മൈനസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആൽഫ സ്ക്വയർ മൈനസ് ബീറ്റ സ്ക്വയറിനെ ഇൻവേഴ്സ് ചെയ്തു, തിരിച്ചെഴുതി. ഓക്കെ, ബീറ്റ സ്ക്വയർ മൈനസ് ആൽഫ സ്ക്വയർ, അത് 0/0 എന്ന് കിട്ടും. അതായത് നമ്മുടെ കണ്ടീഷൻസ് ആൽഫ ഈക്വൽ ടു ബീറ്റ ആണെങ്കിൽ 0/0 എന്നായിരിക്കും കിട്ടുന്നത്. ആൽഫ ഈക്വൽ ടു ബീറ്റ ആണെങ്കിൽ ഇത് ഈക്വൽ ടു ഇത് 2 0 ആയിപ്പോവും. അപ്പോൾ 0/0 ആയിപ്പോവും. അതുകൊണ്ട് ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. ഓക്കെ, ഇൻഡിറ്റർമിനേറ്റ് ഫോം ആകുമ്പോൾ എൽ ഹോസ്പിറ്റൽ റൂൾ ഉപയോഗിക്കണമെന്ന് നമ്മൾ ബെസൽസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സെക്കൻഡ് സൊല്യൂഷൻ y കണ്ടുപിടിക്കാൻ നേരത്ത് അതിൻ്റെ എക്സ്റ്റൻഷനായിട്ട് നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ എൽ ഹോസ്പിറ്റൽസ് റൂൾ ഇവിടെ യൂസ് ചെയ്യണം. പക്ഷേ അതിന് മുമ്പ് ചില കണ്ടീഷൻസ് ഇവർ പറയുന്നുണ്ട്. ലെറ്റ് ജെൻ ഓഫ് ആൽഫ 0 എന്ന് പറയുന്നു. ബീറ്റ ടെൻസ് ടു ആൽഫ നമ്മൾ ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് എൽ ഹോസ്പിറ്റൽ റൂൾ ഉപയോഗിക്കുക. അപ്പോൾ ജെൻ ഓഫ് ആൽഫ എന്ന് പറയുമ്പോഴത്തേനും ആ വലിയ ടൈമിലെ സെക്കൻഡ് ടൈം അങ്ങ് 0 ആയി പോകും. ജെൻ ഓഫ് ആൽഫ 0 ആയി പോകും. ജെൻ ഓഫ് ആൽഫ 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ടൈം അങ്ങ് 0 ആയിപ്പോയി. മിച്ചമുള്ളത് ഇവരേ ഉള്ളൂ. അപ്പോൾ ലിമിറ്റ് ബീറ്റ ടെൻസ് ടു ആൽഫ ലിമിറ്റ് 0 to 1 ഫസ്റ്റ് ടൈം ഡിവൈഡ് ബൈ ബീറ്റ സ്ക്വയർ മൈനസ് ആൽഫ സ്ക്വയർ. ഇനി ഇതിനെ മുന്നോട്ട് പോകണമെങ്കിൽ ആദ്യമേ നമ്മൾ റിക്കറൻസ് റിലേഷൻ ഉപയോഗിക്കുന്നു. ഓക്കെ, നമ്മൾ ബെസൽസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ അകത്ത് 6 റിക്കറൻസ് റിലേഷൻസ് ഉണ്ട്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം. അപ്പോൾ അതിൻ്റെ അകത്തെ അഞ്ചാമത്തെ റിക്കറൻസ് റിലേഷനാണ് ഇത്. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റെസ്റ്റ് മൈനസ് എൻ ജെ എൻ ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് എക്സ് റെസ്റ്റ് മൈനസ് എൻ ജെ എൻ പ്ലസ് 1 ഓഫ് എക്സ്. അപ്പോൾ ആദ്യമേ ഇതിനെ ഡെറിവേറ്റീവ് എടുക്കുന്നു. അപ്പോൾ എക്സ് റെസ്റ്റ് മൈനസ് എൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ്
ഇത് പ്ലസ് -1 ഇതിൻ്റെ ഡെറിവേറ്റീവ്, അപ്പോൾ -n/n-1 ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ സെക്കൻഡ് ഫംഗ്ഷൻ ജെൻ എഫ് എക്സ് ഇക്വൽ ടു ഓക്കെ. ഈ ടൈം അതുപോലെ തന്നെ എഴുതി. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് x⁻n-1 ക്യാൻസൽ ചെയ്യുന്നു എല്ലാ ടൈപ്പിൽ നിന്നും. ഓക്കെ, ഇതിനകത്ത് x⁻n-1 ക്യാൻസൽ ചെയ്തു. ഇവിടെ x⁻n-1 ക്യാൻസൽ ചെയ്താൽ മിച്ചം ഒരു എക്സ് കാണും, ഒരു -x കാണും. ഓക്കെ, ഇവിടെ അങ്ങനെ ചെയ്താൽ ഒരു എക്സ് കാണും. ഓക്കെ, നമുക്ക് x/dx ഓഫ് jn ഓഫ് എക്സ് ഇതിനെ അപ്പുറത്തോട്ട് മാറ്റി മിച്ചമുള്ളത് ഒരു n jn ഓഫ് എക്സ് മാത്രമേ ഇവിടെ ഉള്ളൂ. ക്യാൻസലേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പോൾ അതിനെ അപ്പുറത്തോട്ട് മാറ്റി n jn ഓഫ് എക്സ് മൈനസ് എക്സ് jn+1 ഓഫ് എക്സ്. ഇവിടെ നമുക്ക് എക്സ് അല്ല നമ്മുടെ ആൽഫ എക്സ് ആണ് നമ്മുടെ വേരിയബിൾ ആയിട്ട് എടുത്ത്. അപ്പോൾ ആൽഫ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, എക്സിൻ്റെ സ്ഥാനത്തിൽ ആൽഫ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇവിടെ ഒരു ആൽഫ ആയിട്ട് കോൺസ്റ്റൻ്റാണ് എടുത്ത് പുറത്തുള്ള. അപ്പോൾ ആൽഫ അങ്ങോട്ട് ക്യാൻസൽ ചെയ്യാം. അതുകൊണ്ട് കഴിയുമ്പോഴത്തേനും ഈക്വേഷൻ അങ്ങനെ വരും. x/dx ഓഫ് jn ഓഫ് ആൽഫ എക്സ് ഈക്വൽ ടു n jn ഓഫ് ആൽഫ എക്സ് മൈനസ് ആൽഫ എക്സ് ഇൻറ്റു jn+1 ഓഫ് ആൽഫ എക്സ് ഇത് വരും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എന്തിനാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഇവിടെ ഡെറിവേറ്റീവ് ഓഫ് jn ഓഫ് ആൽഫ എക്സ് വേണം. ഓക്കെ, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് jn ആൽഫ എക്സ് വേണം. ഓക്കെ, അതിനു വേണ്ടിയാണ് നമ്മൾ ഈ റിക്കറൻസ് റിലേഷൻ ഉപയോഗിച്ചത്. അപ്പോൾ നമുക്ക് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് jn ഓഫ് ആൽഫ എക്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈക്വൽ ടു അപ്പോൾ കിട്ടിയ വാല്യൂ ഇപ്പോൾ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് jn ഓഫ് ആൽഫ എക്സ് കിട്ടി. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഈ ഇക്വേഷൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇവിടെ jn ഓഫ് ബീറ്റ എക്സ് മാത്രമേ മിച്ചുള്ളൂ. അത് ഇൻറ്റു എക്സ് ഇൻറ്റു jn ഓഫ് ആൽഫ എക്സിന് ഡെറിവേറ്റീവ് ആൽഫ എക്സിന് കിട്ടിയ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻസ് പ്രകാരം ഓക്കെ jn ഓഫ് ആൽഫ ഈക്വൽ ടു 0 കുറച്ച് ഇനീഷ്യൽ കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം ഈ ഫസ്റ്റ് ടൈം മൾട്ടിപ്ലൈ ടൈം 0 ആയി പോകും. അടുത്തത് ഓക്കെ ഈ jn ഓഫ് ബീറ്റ എക്സും അപ്പോൾ മിച്ചമുള്ള ടൈംസ് ആണ് എഴുതിയിരിക്കുന്നത്. മൈനസ് ആൽഫ എക്സ് ഇൻറ്റു jn ഓഫ് ബീറ്റ എക്സ് jn+1 ആൽഫ എക്സ് ലിമിറ്റ് 0 to 1 ഡിവൈഡ് ബൈ ബീറ്റ സ്ക്വയർ മൈനസ് ആൽഫ സ്ക്വയർ. ഇനി അതിൻ്റെ ലിമിറ്റ് അങ്ങ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ ആദ്യം വേറൊരു ലിമിറ്റിംഗ് കണ്ടീഷൻ പറയാനും jn ഓഫ് 0 ആണ്. അപ്പോൾ അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും കിട്ടുന്ന ടേംസ് മാത്രമേ കാണത്തുള്ളൂ. മൈനസ് ലോവർ ലിമിറ്റ് 0 അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും jn ഓഫ് 0 ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ലോവർ ലിമിറ്റ് ടേംസ് ഒന്നും കാണത്തില്ല. അപ്പോൾ മിച്ചം കിട്ടുന്നതാണ് എക്സിന് 1 എന്ന് കൊടുത്തു കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂവാണ് മൈനസ് ആൽഫ ഇൻറ്റു jn ഓഫ് ബീറ്റ jn+1 ആൽഫ ഡിവൈഡ് ബൈ ബീറ്റ സ്ക്വയർ മൈനസ് ആൽഫ സ്ക്വയർ. ഓക്കെ, ഇനി ഇവിടെയാണ് എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യുന്നത്. അത് ഡിനോമിനേറ്ററിനെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ബീറ്റ എടുത്ത് കഴിയുമ്പോഴത്തേനും നോക്കുക വിത്ത് റെസ്പെക്ട് ടു ബീറ്റ ആണ്. അപ്പോൾ ആൽഫയുടെ ടേംസ് എല്ലാം കോൺസ്റ്റൻ്റ് ആണ്. jn+1 ആൽഫ, ഇവിടെ ആൽഫ ഉണ്ട്, ഇവിടെ ആൽഫ സ്ക്വയർ ഉണ്ട്. അപ്പോൾ അവരെല്ലാം കോൺസ്റ്റൻറ്റുകളാണ്. അവരെല്ലാം നിർത്തുന്നു. മൈനസ് ആൽഫ jn+1 ആൽഫ എടുക്കുന്നു. ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ബീറ്റ jn ഓഫ് ബീറ്റ jn+1 ആൽഫ ഡിവൈഡ് ബൈ 2 ബീറ്റ. ബീറ്റ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എടുത്ത് 2 ബീറ്റ 0. ഓക്കെ, ഇനി എനിക്ക് ഡോ ബൈ ഡോ ബീറ്റ ഓഫ് jn ഓഫ് ബീറ്റ വേണം. അത് മുമ്പത്തെ റിക്കറൻസ് റിലേഷനിൽ നമ്മൾ കണ്ടായിരുന്നു, ഒരു ഇക്വേഷൻ കണ്ടായിരുന്നു, ഈ ഇക്വേഷൻ. ഓക്കെ, ഈ ഇക്വേഷൻ്റെ അകത്ത് എക്സിന് പകരം ബീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ബീറ്റ ഓഫ് ഡോ ബൈ ഡോ ബീറ്റ ഓഫ് jn ഓഫ് ബീറ്റ ഈക്വൽ ടു n jn ബീറ്റ മൈനസ് ബീറ്റ ഓഫ് jn+1 ബീറ്റ. അതിൻ്റെ അകത്ത് ഡോ ബൈ ഡോ ബീറ്റ ഓഫ് jn ഓഫ് ബീറ്റയാണ് നമുക്ക് വേണ്ടത്. അതായത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അപ്പോൾ 1 ബൈ ബീറ്റ ഓക്കെ ഈ ബീറ്റ എടുത്ത് ഡിവൈഡ് ചെയ്യുന്നു 1 ബൈ ബീറ്റ ഈ ടൈം തന്നെ. ഓക്കെ, ഇനി അതായത് ഈ ഇക്വേഷനകത്ത് നമുക്ക് കിട്ടിയ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു.
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫോർമുലയാണ് ഇത്. അതിൻ്റെ അകത്ത് ബീറ്റ ടെൻസ് ടു ആൽഫ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. ബീറ്റ ടെൻസ് ടു ആൽഫ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവിടുത്തെ എല്ലാ ബീറ്റയും ആൽഫ ആവും. ഓക്കെ ഓക്കെ അപ്പോൾ മൈനസ് ആൽഫ ഡിവൈഡ് ബൈ 2 ആൽഫ സ്ക്വയർ ഇൻറ്റു എൻ ജെ എൻ ആൽഫ മൈനസ് ആൽഫ ജെ എൻ പ്ലസ് 1 ആൽഫ ഇൻറ്റു ജെ എൻ പ്ലസ് 1 ആൽഫ എന്ന് വരും. പക്ഷേ ജെ എൻ ഓഫ് ആൽഫ ഈക്വൽ ടു 0 ആണെന്ന് നമ്മൾ ഇനീഷ്യൽ കണ്ടീഷനിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ ടേം അങ്ങ് പോയി കഴിയും. പിന്നെ മൈനസ് ആൽഫ ഇൻറ്റു മൈനസ് ആൽഫ സ്ക്വയർ വരും. അപ്പോൾ ആൽഫ സ്ക്വയറും ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഹാഫ് ഇൻറ്റു ജെ സ്ക്വയർ എൻ പ്ലസ് 1 ആൽഫ എന്ന് കിട്ടും. ഓക്കെ, ഇത് എന്ത് ഈക്വൽ ടു നമ്മൾ ആദ്യം തുടങ്ങിയത് 0 to 1 x jn of alpha x jn of beta x dx. ഓക്കെ, ആൽഫ ഈക്വൽ ടു ബീറ്റ ആണെങ്കിൽ എന്തായിരിക്കുന്നു നോക്കിയത്. അപ്പോൾ എന്ത് വരും? ആൽഫ ഈക്വൽ ടു ബീറ്റ ആണെങ്കിൽ ഇൻറ്റഗ്രൽ 0 to 1 എക്സ് ജെ എൻ സ്ക്വയർ ആൽഫ എക്സ് ഡി എക്സ് ഈക്വൽ ടു ഹാഫ് ജെ സ്ക്വയർ ജെ എൻ പ്ലസ് 1 സ്ക്വയർ ആൽഫ. ഓക്കെ, ഇതിനാണ് നോർമലൈസേഷൻ കണ്ടീഷൻ ഫോർ ബെസൽസ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഈ നോർമലൈസേഷൻ കണ്ടീഷന് മുമ്പേ കണ്ട ഓർത്തോണാലിറ്റി കണ്ടീഷനോട് ക്ലബ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഓർത്തോനോർമാലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ക്രോണക്കർ ഡാറ്റ ഉപയോഗിച്ച് ഈ ഫോർമാറ്റിൽ എഴുതാം. ഓക്കെ, അപ്പോൾ മിനിമം നിങ്ങൾ ആ ഓർത്തോണാലിറ്റി കണ്ടീഷൻ എങ്കിലും പഠിക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെ സിലബസിൽ പറയാത്ത സ്പെറിക്കൽ ബെസൽസ് ഫംഗ്ഷൻ, ബെസൽസ് ഫംഗ്ഷൻ്റെ മോഡിഫൈഡ് ഫോംസ്, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങളുടെ ഈ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നിങ്ങളതൊക്കെ വായിച്ച് നോക്കുക. സിലബസിൻ്റെ അകത്ത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. ഓക്കെ, താല്പര്യമുണ്ടെങ്കിൽ വായിച്ച് നോക്കുക.